ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുണ്ടല്ലോ മഴ പെയ്യാതെ ഇങ്ങനെ മഴക്കാറ് മൂടി നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെയും കൂടെ ചൂടാണ് കേട്ടോ വീടിനകത്ത് മുഴുവൻ. രാത്രിയിലൊക്കെ കിടന്നുറങ്ങുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കാപ്പിക്കുരു ഒരു സെക്ഷൻ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണങ്ങുന്നതിനനുസരിച്ച് ചാക്കിൽ കെട്ടി വെക്കലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വിധം ഇടാറുള്ളൂ. ഇനി എങ്ങാനും മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നനയണ്ടെന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ ഇതും ഉണങ്ങിയിട്ടുണ്ട് ഏകദേശം. എന്നും ഇതുപോലെ തുറന്നിട്ടില്ലാണ്, മഴയൊന്നും പെയ്യാറില്ലല്ലോ. കാപ്പിക്കുരുവിൻ്റെ ഒപ്പം തന്നെ കുരുമുളകും കൂടെ അപ്പുറത്ത് ഉണക്കാനിട്ടിട്ടുണ്ട്. ഈ കാണുന്നത് കൊന്നേൻ്റെ പൂവാണ് കേട്ടോ, ചീമക്കൊന്ന. ഇവിടെ നിറച്ചുണ്ട് കേട്ടോ ചീമക്കൊന്ന. ഇത് കൊന്നേൻ്റെ പൂവാണ്. ചീമക്കൊന്ന ഇല്ലേ കാട്ടിലെ, അപ്പോൾ പണ്ട് ഇവിടെ ആടൊക്കെ ഉണ്ടായിരുന്നപ്പോൾ പ്രധാന ഭക്ഷണമായിരുന്നു കേട്ടോ. നമ്മുടെ വീടിൻ്റെ പിന്നാമ്പുറത്ത് നിറച്ച് പിച്ചിപ്പൂ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, കാട്ടുപിച്ചി. നല്ല മണവുമാണ്. ഞാനിപ്പോൾ കാപ്പിക്കുരുവോ അല്ലെങ്കിൽ കുരുമുളകൊക്കെ ഇടാൻ കയറിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇവിടെ കയറിയിരിക്കും കേട്ടോ. പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് നല്ലൊരു കാറ്റ് വീശുവേ. അപ്പം നല്ല സുഖമാണ് അവിടെ ഇരിക്കാൻ. പിന്നെ പ്രത്യേകിച്ച് കാഴ്ചേൻ്റെ കാര്യമൊന്നും പറയണ്ടല്ലോ, അടിപൊളിയാണ്. ഇപ്പം എന്നും ചെടിക്ക് വെള്ളം ഒഴിക്കേണ്ട അവസ്ഥ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ, മഴയില്ലാത്തത് കൊണ്ട്. എന്നാലും നല്ല ഉഷാറായിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്.